തിരുവനന്തപുരത്ത് പോലീസുകാരനെ ഒരു എസ് ഐ പ്രവർത്തനമായിട്ട് തല്ലുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? കാര്യമായിട്ടുള്ള തല്ലൊന്നും തല്ലിയില്ല. അതിന് കാരണം ഡിസംബർ 31 ആ പോലീസുകാരൻ ആ എസ് ഐ പ്രവർത്തകൻ പട്ടിയെ തല്ലുന്ന പോലെ അല്ലെങ്കിൽ പാമ്പിനെ തല്ലുന്ന പോലെയാണ് അടിക്കണത്, തലക്കിട്ട് അടിക്കണത്. അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് തല്ലാൻ പറ്റുമോ? ചത്തുപോകില്ല അടി സ്ഥാനത്ത് കൊണ്ട് കഴിഞ്ഞാൽ. അതും ആ പിള്ളേരുടെ അമ്മയുടെ മുമ്പിലിട്ടിട്ട് അടിക്കുന്നത്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. എനിക്ക് ഈ പോലീസുകാരനെ തല്ലണ കണ്ടപ്പോൾ, ഇപ്പോൾ പോലീസുകാരൻ്റെ കയ്യിൽ ഇടിവിളയൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് അയാൾ തിരിച്ചാക്രമിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ വന്ന കമൻസുകൾ അത് കിട്ടേണ്ടതാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും തോന്നി, സത്യം പറഞ്ഞാൽ എനിക്കും തോന്നി. എന്താണ് റീസൺ എന്ന് വെച്ചാൽ, നെന്മാറ വേല നടക്കുമ്പോൾ അവിടെ വെടിക്കെട്ട് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ പാടത്തിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മരം, വലിയ ഉയരമൊന്നുമില്ല. ആ മരത്തിൻ്റെ മുകളിൽ ഒരു ചേട്ടൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട്, അതായത് അയാൾ വീഡിയോ എടുക്കാനായിട്ട് കയറിയതാണ്. കയറിക്കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരിൽ നിന്ന് കുറച്ച് ഹൈറ്റ് കിട്ടുമല്ലോ. ആൾ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 2-3 പോലീസുകാർ വന്നു. അതിൽ ഒരുത്തൻ ഭയങ്കര ആചാനബാഹുവായിട്ടുള്ള ഒരു പോലീസുകാരനാണ്, ചെറുപ്പക്കാരനാണ്, ഭയങ്കര തണ്ട്. അവൻ നല്ല ലാത്തിയും കൊണ്ട് വന്നിട്ട് ഒരു പ്രൊവൊക്കേഷനോ മദ്യപിച്ച് അലമ്പുണ്ടാക്കാത്ത ഒരുത്തനെ ഒരു കാര്യമില്ലാണ്ട് 2 അടി പട്ടപ്പട്ടയെന്ന് കൊടുത്തു അയാൾക്കിട്ട്, ആ മരത്തിൽ കയറി എന്നും പറഞ്ഞു. അയാൾ ചാടി ഇറങ്ങി. ഒരു മനുഷ്യൻ പ്രതികരിച്ചില്ല. പക്ഷെ അന്ന് ഇയാൾ തല്ലുന്ന കാര്യം വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായതാണ്. ഒരു 2 വർഷം ആവുന്നുള്ള സംഭവം നടന്നിട്ട്. ഈ പോലീസുകാരൻ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റേഷൻ പരിധിയിലുണ്ട്. ഇന്നാളൊരു ദിവസം ഞങ്ങളെടുത്തിട്ട് കൊടുന്നു. ഇവൻ ഡ്രൈവറാണ്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഹെൽമെറ്റില്ല. അപ്പോൾ എവിടെ പോയടാ? ഞങ്ങൾ പുറത്തേക്ക് പോയത്. അപ്പോൾ ആലോചിക്കണം, ആ മറ്റേ എന്താണ് പോലീസ് ജീപ്പിൽ വേറെ എസ് ഐ ഇരിക്കുന്നുണ്ട്. എസ് ഐക്ക് ഇല്ലാത്തതാണ്. എസ് ഐ പറഞ്ഞു ഫൈൻ അടയ്ക്കുമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഫൈൻ എഴുതി തരികയാണ് ചെയ്തു. പക്ഷേ ഇവൻ ചോദിക്കുകയാണ്, എവിടെ പോയാണ്? ഞങ്ങളെവിടെ പോയാണ് സാറേ? എന്താ കാര്യം? ഞങ്ങളൊന്നുമില്ല, ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാനൊക്കെ, റീൽസൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. എവിടെ എടുത്ത ഫോട്ടോ ഒക്കെ ഒന്ന് കാണിക്കാൻ നോക്കട്ടെ. ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് എടുത്ത ഫോട്ടോ നീ ഒന്ന് കാണിക്കും. നമ്മൾ ഫോൺ എടുത്തിട്ട് ഗാലറിയിൽ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കണം. പിന്നെ നിൻ്റെ വീട് ഇവിടെ, അവൻ്റെ വീട് അവിടെ, നിങ്ങളെന്തിന് ഇതിലേ വരുന്നത്? ഇത് മനുഷ്യന്മാർക്ക് നടക്കാനും പോകാനുള്ള റോഡല്ലേ ഇത്? അതിൽ പോയ എന്താ പ്രശ്നം? ഇങ്ങനെ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലത്തെ ക്രോസ് വിസ്താരമാണ്. ഗുണ്ടാന്ന് പറഞ്ഞാൽ വെറും ചെറ്റ ഗുണ്ടകളാണ്. ഇങ്ങനെ കുറച്ച് പേര് പോലീസ് സേനയിലുണ്ട്. അപ്പോൾ മോശമായിട്ട് പൊതുജനങ്ങളോടൊന്നും ഒരു മര്യാദയില്ലാതെ പെരുമാറും. പക്ഷേ സത്യം പറയുമല്ലോ, ആ എസ് ഐ നല്ല മാന്യമായിട്ട് സംസാരിച്ചിട്ട് അയാൾ ചിരിച്ച്, അയാൾ ഒന്നും അലമ്പായിട്ട് ഒന്നും ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. പക്ഷേ അവൻ്റെ ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അവർക്കിട്ട് 2 കിട്ടണ കാണുമ്പോൾ അറിയാതെ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. സത്യമാണ്.